ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ര ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. റോമറാണെന്നു സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കും. ഒരു വചനാട്ടോ. റോമറിലാണ് യേശയ്യയിലാണോ? അത് തെറ്റുപറ്റി. അത് ഏതിലാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിക്കണ, നിങ്ങൾക്ക് എന്തേലും ടെൻഷനോ ആരേലും പ്രശ്നങ്ങളുണ്ടാക്കുമോ, എന്തേലും ബഹളങ്ങൾ നടക്കുമോ, വഴക്കൊക്കെ നടക്കുവാണെന്ന് ഓർത്തോ, നിങ്ങൾ അവരെ സമർപ്പിച്ചിട്ട് സമാധാനത്തിൻ്റെ യേശുവെ വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കണേ, ആമീൻ ആമീൻ പറഞ്ഞാൽ മതി. അപ്പം തന്നെ ആ പ്രശ്നങ്ങൾ മാറുന്നേ. ഭയങ്കര എന്തൊരു മഹാതിശയെന്നറിയാം. വചനം ദൈവമാണെന്നറിയണമെങ്കിൽ അങ്ങ് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ അടുത്ത ദിവസത്തെ ഇതിൽ പറയാം കേട്ടോ. അത് ഏതിലാന്ന്, റോമർ 16:20 എന്ന് എനിക്കൊരു ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പോൾ പറയാം കേട്ടോ. ഇന്ന് വായിക്കണത് 1 തിമോത്തിയോസ് 6:17. നിശ്ചയമില്ലാത്ത ദിനത്തിലല്ല, നമുക്ക് ധാരാളമായി സകലവും അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ എന്നോട് ദൈവം സംസാരിക്കണ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ പറയുമ്പോൾ ഏത് കേട്ടാലും ഞാൻ പറയുന്നത് ദൈവം എന്നോട് സംസാരിക്കണ. ഞാൻ ജനത്തിൻ്റെ പുറകെ അല്ല ഓടേണ്ടത്, യേശുവിൻ്റെ പുറകെ ഓടേണ്ടതെന്ന് യേശു പുരാൻ എപ്പോഴും എന്നെ ഓർപ്പിക്കാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെ യേശുബ്രാനോട് പറയും കേട്ടോ, യേശുബ്രാൻ എൻ്റെ കടയുടെ എല്ലാം മുതലാളി, ഞാൻ തൊഴിലാളി. മുതലാളി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുള്ള കർത്താവേ, എനിക്ക് മുതലാളി ആകണ്ട, യേശുബ്രാൻ തന്നെ മുതലാളിക്കല്ല ഉത്തരവാദിത്തം കൂടുതൽ. അപ്പോൾ നമുക്ക് വലിയ കാര്യത്തിനൊന്നും പ്രാർത്ഥിക്കാൻ ടെൻഷൻ അടിക്കുകയും വേണ്ടല്ലോ. അപ്പോൾ എൻ്റെ എല്ലാ കടയുടെ മുതലാളിയാക്കി വെച്ചേക്കാം. മുതലാളിയുടെ ഉത്തരവാദിത്തമാണ് ബാക്കി കാര്യം നോക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഞാൻ നിൽക്കുന്ന പൊസിഷൻ കണ്ടപ്പോൾ അറിയാലോ, റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഇത് കണ്ടോ. ഈ ബേജ് കളർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല അംബാനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ ബേജിന് ഭയങ്കര ഇതേ ബേജിൽ തന്നെ ഇതേ വർക്കുള്ള സാരിക്ക്, ടോപ്പിന്, ഷോളിന്, ഉടുപ്പിന്, എന്തിന് വേണേലും എടുക്കാം. ഈ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലും വിലയുണ്ട് കേട്ടോ. വില 450. സോഫ്റ്റ് നമുക്കടെ അടിപൊളി. ഇതിന് എനിക്കിങ്ങനെ ഇഷ്ടം ഇത് തന്നെ ബ്ലൗസ്. അതല്ല കോൺട്രാസ്റ്റൊക്കെ ബ്ലൗസ് വേണമെങ്കിൽ ഇത് 190 ഉള്ളൂ. അങ്ങനെ കോൺട്രാസ്റ്റ്. എനിക്ക് പക്ഷേ ബേജിന് ബേജാട്ടോ ഇഷ്ടം. പക്ഷെ ഓരോരുത്തർക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ഇടണമെങ്കിൽ അങ്ങനെ കോൺട്രാസ്റ്റ് ഇടാം. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട്, ഈ സെയിം ചെറിയ. അപ്പോൾ അങ്ങനെ ഇടാം. ഇത് 450 ഉള്ളൂ. സാരിക്ക് സൂപ്പറാണ്. സ്കാലപ്പൊക്കെ അടിച്ച് സൂപ്പറായിട്ട്. ഈ വശം സ്കാലപ്പൊന്നും അടിച്ചിട്ടില്ല, ഈ വശം ഇങ്ങനെ സ്കാലപ്പൊക്കെ അടിച്ചിട്ട് അടിപൊളി സംഭവമാണ്. ഇത് ഇത്രയും വീതിക്ക് വർക്കും ഉണ്ട്. 450 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു, ഒരു റോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊടുക്കുക ചെയ്യാറ്. ഒരു റോൾ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാവരും ഒരു പ്രാവശ്യം നമ്മൾ സാരി കൊണ്ടുവന്നതാണ്. എൻ്റെ ദൈവമേ, ഭയങ്കര അടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് റണ്ണിങ് മെറ്റീരിയൽ കിട്ടി. എത്ര 150 ഇത് ഇങ്ങനെ ഒരു ബുട്ടയല്ല, ഒരു ചതുര ഷേപ്പിൽ ഇങ്ങനെ വർക്കാണ്. നമുക്ക് സാരിക്കൊക്കെ സൂപ്പർ സംഭവം കേട്ടോ. ഇതിലിങ്ങനെ ഈ വൈറ്റ് ഹക്കോബ വൈറ്റ് ഉണ്ടോ ഒന്ന് കാണിക്കാൻ. ഇങ്ങനെ വൈറ്റ് ബ്ലൗസ് ഹക്കോബയോ അല്ലെങ്കിൽ ജോർജറ്റ് എന്തിൻ്റെയും വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് നെക്കൊക്കെ എടുക്കുക. സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ അടിച്ചാൽ മതി. നസ്രിയ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് കണ്ടില്ല, ആരുടെ കല്യാണത്തിനായിരുന്നു, മീരാനന്ദൻ്റെ കല്യാണത്തിന്. ഇങ്ങനെ ബ്ലൗസ് പീസ് ഇതെടുത്താൽ മതി. ഹക്കോബ വൈറ്റ്. ഈ ഹക്കോബ വൈറ്റിന് എത്രയാണ്? 250. ഇത് 250 ആണോ? ഇത് 190 ആട്ടോ. 190 ഇതിന് 250 ഉണ്ട്. അതുകൂടെ കാണിച്ചേ. ഇതിന് പക്ഷേ ഇതാ കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു, ഈ വൈറ്റ്. അതാണോ അതോ ഇതാണോ? ഇത് 250. വേണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അടിയിട്ട് ലൈനിങ് പിന്നെ ബ്ലൂ വെച്ചാലും വെറൈറ്റി ആയിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെ തയ്ക്കാം. അല്ലെ പ്യുവർ വൈറ്റ് ഇട്ടാൽ എല്ലാത്തിൻ്റെ അടിയിലിടാം. അപ്പോൾ അങ്ങനെ സാരിയും ബ്ലൗസും ഇത് അങ്ങനെയൊക്കെ ചുമ്മാ എന്ത് ഭംഗി. അങ്ങനെ
ഇട്ടാക്കണ ഒരു നല്ല സൂപ്പറായിട്ട് സാരി. ഇതൊക്കെ ഫങ്ഷൻ വെയറിനിടാം. വിലയല്ല കാര്യം, 150 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോട്ടെ, ഇതൊക്കെ പെട്ടെന്ന് തീരും. ഒരേ റോളുള്ളൂ. പിന്നെ ഞാൻ റീസ്റ്റോക്ക് വെച്ച് വരുമ്പോഴത്തേനും ഒക്കെ സമയം കഴിയും. അപ്പോഴത്തേനും പെട്ടെന്ന് ആവശ്യക്കാരൊക്കെ എടുത്തോ. നല്ല കളേഴ്സ്, 150 ഉള്ളൂ. സൂപ്പർ സംഭവം കേട്ടോ. കുറേ കളേഴ്സ് ഉണ്ട്, എല്ലാ കളറും ഗ്രാൻഡാണ്. അത് ഭയങ്കര സോഫ്റ്റ്, നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന സംഭവം കേട്ടോ. ഇങ്ങനെ പക്ഷേ ഇങ്ങനത്തെ വലിയ നിഴലടിക്കില്ല, പക്ഷെ നിഴലടിക്കും. പക്ഷെ ഇപ്പം നിഴലടിക്കണതൊന്നും പ്രശ്നമല്ല, ന്യൂജൻ പിള്ളേർക്കൊന്നും പ്രശ്നമല്ല. ഈ ലാച്ചൊക്കെ ഇത്രയുള്ള ബ്ലൗസ് ഷോളൊക്കെ ഇടാണ്ട് ഇങ്ങനെ ഇങ്ങനെ വയറൊക്കെ കാണിക്കണല്ലേ. ഇപ്പം ആലില വയറിൻ്റെ ഗ്ലാമർ അല്ലേ. ഇപ്പം ആലില വയറൊക്കെ ഇപ്പോൾ വയറുണ്ടെങ്കിലും പിള്ളേർക്ക് അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അത് നല്ലതാണ്. ന്യൂജന് അങ്ങനെ ഇങ്ങനെ അവരങ്ങനെ പറയും ഇങ്ങനെ പറയും, പറയുന്നവർ നാണം കെട്ട് പോവുള്ളൂ. അതാ ശരിക്കും വേണ്ടത്. മറ്റുള്ളവരെങ്ങനെ തുണി കൊടുക്കണു അതനുസരിച്ച് അവരുടെ അവയവങ്ങൾ, അതൊക്കെ അവരുടെ ഉത്തരവാദിത്തം. അവർക്ക് ഇഷ്ടമുണ്ടോ അത് അവർ കാണിച്ചോളും. നമ്മളതിനെപ്പറ്റി വിമർശിക്കുമ്പോൾ പറയുന്നവനെല്ലായിടത്തും നാണം കെടും. നമുക്കങ്ങനെയൊന്നും ആരെയും വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ ഡ്രസ്സ് ഇട്ടെ. നല്ല കളറിലെ ഗ്രീൻ. ഞാൻ പണ്ട് ചുരിദാർ നിർമ്മല കോളേജിലെ മോർണിംഗ് ഷിഫ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ചുരിദാറിട്ടെ. എന്നിട്ട് എൻ്റെ ആങ്ങള എല്ലാവരും കളിയാക്കി ചിരിയോട് ചിരി. എന്നാക്കെ പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ പറയണില്ല, അതുപോലെ പറയൂ കേട്ടോ. പിള്ളേർ തന്നെ അടുത്ത് വന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും കളിയാക്കി ചിരിക്കുക. അവസാനം എൻ്റെ ആങ്ങള നമ്മളെ ഹൈസ്കൂളിൽ പഠിക്കുക. അവൻ പറയും അവൻ പഠിത്തം നിർത്തുവാന്ന്. എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുമ്പോൾ അവന് സങ്കടം വരില്ലേ. പിന്നെ ഞാൻ സ്കേർട്ടും ബ്ലൗസും എടുത്തു. ചുരിദാർ എന്ന് പറയുമ്പോൾ ഷോളൊക്കെ ഇട്ട് എന്ത് ഡീസൻ്റാ. സ്കേർട്ടും ബ്ലൗസും എങ്ങനെയാണ് ഇത്ര ഇറക്കമുള്ള ബ്ലൗസ് കിട്ടും, സ്കേർട്ട് ഫ്രണ്ട് വണ്ണും ഒക്കെ കാണിച്ച് ഷോളൊന്നുമില്ല. ദൈവം എന്താ വൃത്തിയുടെ. പക്ഷേ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും അതിട്ടാ കുറ്റം പറയില്ല. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ കുറ്റം പറച്ചിലിൻ്റെ ഇതേ നല്ല പിങ്കട്ടോ, നല്ല പിങ്ക്, അടിപൊളി. ഇത് കണ്ടോ, നമ്മുടെ കോട്ടൺ, കൂടിയ കോട്ടണിൽ എംബ്രോയ്ഡറി, നമുക്ക് കുർത്ത, ഉടുപ്പുകൾ ഇതൊക്കെ തയ്ക്കാം കേട്ടോ. ഡൈ ചെയ്തേക്കണതാട്ടോ. നമ്മളിതിൻ്റെ ക്രീമിൻ്റെ കാണിച്ചില്ലായിരുന്നോ, അതിൻ്റെ ഡൈ ചെയ്തേക്കണ സംഭവമാണ്. പീച്ചിൽ ദേ എംബ്രോയ്ഡറി. 250 ഉള്ളോ? 250. എന്താ മറ്റേ ക്രീമിന് ഉണ്ടായിരുന്നല്ല. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യാമോ? അപ്പോൾ ഇതിന് 250 ഉള്ളൂ കേട്ടോ. ഓടിപ്പോയി ബില്ല് ചെക്ക് ചെയ്തേ. കഴിഞ്ഞ തവണ ഒരു റണ്ണിങ്ങിൻ്റെ കയ്യിൽ കാശ് പോയി. പെട്ടെന്ന് വിലയിടിയിലൊക്കെ അങ്ങനെ തെറ്റുപറ്റി. കിട്ടിയ വിലയ്ക്ക് തന്നെ, കിട്ടിയ വില എടുത്ത് കിട്ടിയോന്ന് സംശയം. ഇത് 250 ആട്ടോ. സൂപ്പർ സംഭവം ആട്ടോ. സാരിക്ക് വേണമെങ്കിൽ സാരിക്ക് യൂസ് ചെയ്യാം. പ്യുവർ കോട്ടൺ, മന്മൽ കോട്ടൺ ഇല്ലേ, അതാ. 250 ഉള്ളൂ. അടിപൊളി കളേഴ്സൊക്കെ ആട്ടോ. ഒറിജിനൽ കോട്ടൺ. ഉടുപ്പുകൾക്കൊക്കെ നല്ല, കുർത്തയ്ക്ക് നല്ലതാ, സാരിക്ക് നല്ലതാ, എന്ത് വേണേലൊക്കെ ആകിയോ. $250 ഉള്ളൂ. എംബ്രോയ്ഡറി ആട്ടോ, പ്ലെയിൻ തുണിയാല്. പെട്ടെന്നായിക്കോട്ടെ, സ്പീഡ് കൂട്ടും. 190. എല്ലാത്തിനും 190 ഇത് കണ്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റയൊക്കെ നോക്കി ഇങ്ങനത്തെ സാരികൾ അപ്പടി എല്ലാവരും കൊടുക്കണേ. ഓണത്തിനൊക്കെ ഇതാ കൊടുക്കേണ്ടത്. ഇപ്പം ട്രെൻഡായിട്ട് ഇത് കൊടുത്താൽ മതി. ഇതിനാ ഒരു ബ്ലൗസ് പീസ് ഞാൻ കൊണ്ടുവന്നില്ലേ, കോപ്പർ കളറ്, എവിടെ എങ്ങാണ്ടിരിക്കുന്നില്ല. അപ്പോൾ രേഷ്മ പറഞ്ഞില്ലേ ഇത് നേരത്തെ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊക്കെ. ഗോൾഡനും കോപ്പറും കഴിഞ്ഞ അതിന് പറ്റുമോ അല്ലേ? കറക്റ്റ്. ഇത് ഏതെങ്കിലും രീതിയിൽ ബ്ലൗസാക്കി ഇത് അല്ലെങ്കിൽ സ്കേർട്ടും ഇത് ടോപ്പാക്കാം. ഇതിന് 190 ആട്ടോ. നല്ല സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ആട്ടോ, സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ. അപ്പോൾ ഇത് 190 രൂപയാണ്. ഇത് ബ്ലൗസ് പീസ്. നല്ല രസമായിരിക്കും ഓണത്തിന്.
ഓണത്തിന് ഇത്തവണ ഞാൻ ഓണസാരി എടുക്കണമെന്ന് തന്നെ സംശയം. കംപ്ലീറ്റ് ആൾക്കാർ ഓണത്തിൻ്റെ തുണി മുറിച്ചുകൊണ്ട് പോവാം. ഇതോടെ എടുത്ത് കൈപ്പിടിക്കാം. 190. ഇതോ രണ്ട് 190 എൻ്റെ കയ്യിലിരിക്കണത് 190. ഇതും ഇനി വേറെ വേണമെന്ന് നോക്കട്ടെ. അപ്പോൾ എടുത്തോട്ടോ. ഇത് 190 അതിനും കാണിക്കാം. ഇതൊക്കെ എടുത്തോ. ഇങ്ങനെ ഓണം നമുക്ക് പ്രൈസിൻ്റെ ക്രേപ്പിൻ്റെ അത് കഴിയുമ്പോൾ നമുക്ക് സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ഇതും കൊണ്ട് ടോപ്പോ ലാച്ചോ ഒത്തിരി നിങ്ങൾ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ മതി. ഇതിൻ്റെ ഒത്തിരി ഡ്രസ്സുകളുണ്ട് ഈ സ്ട്രൈസിൻ്റെ. നമുക്കത് ഇതിൻ്റെ കൂടെ പടം ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യണേ വീഡിയോയിലേ. മറക്കരുത് കേട്ടോ. കഴിയുമെങ്കിൽ ഞങ്ങൾ പടം ആഡ് ചെയ്യാം, ഓർക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ സാരിക്ക് ഒത്തിരി നല്ലതാട്ടോ. ഇത് 190 ആട്ടോ. അടുത്തതിന് കൊണ്ടുപോകല്ലേ. ഈ സ്ട്രൈസിൻ്റെ വിവിധ സൈസ് ഉണ്ട്. കാരണം ഭയങ്കര ട്രെൻഡായിട്ട് ഇപ്പോൾ ഓണത്തിന് ഇതെന്നാന്ന് വെച്ചാലേ ഈ സാധനം പിന്നെ വേസ്റ്റ് ആകണമില്ല. ഇത്രയും ലുക്കൊന്നും നമുക്ക് കേരള സാരി ഉടുക്കുമ്പോൾ കിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം മുതൽ കേരള സാരിക്ക് ചിലവ് കുറഞ്ഞു പോയതാണ്. ഞാൻ ഈ വർഷം മിക്കവാറും കേരള സാരി എടുക്കാനേ ചാൻസ് ഇല്ല. സൂപ്പർ സംഭവം. ഇത് 190, ഇത് 190. കാരണം അപ്പടി പിള്ളേർ അപ്പടി റണ്ണിങ് ഇപ്പം അപ്പടി ഓണത്തിൻ്റെ മുറിഞ്ഞു ഓണം. നമ്മുടെ പുതിയ മോഡൽ ഫുൾക്കാരി. പണ്ടത്തത് മാറി ഇപ്പോൾ ഒരു ചേഞ്ച് ആയിട്ടോ. പ്രിൻറ്റിനൊക്കെ പണ്ടത്തെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഇത് സാരിക്ക് നല്ലതാട്ടോ. 150 ഉള്ളൂ. നല്ല രസമുണ്ട്. കറക്റ്റ് ലൈലാക്കി 150 ഉള്ളൂ പെർ മീറ്റർ. സാരി കുർത്ത എന്ത് വേണേലും എടുത്തു. കുറേ കളേഴ്സ് വന്നിട്ടാണ്. നമ്മൾ ഫുൾക്കാരി കാണിച്ചിട്ട് കുറേ ദിവസമായില്ലേ. നമ്മുടെ മാസ്റ്റർ പീസാണ്. നമ്മുടെ കട തുടങ്ങിയപ്പോൾ മുതൽ ഇതിൻ്റെ 100 സൈസ് കട തുടങ്ങിയപ്പോൾ 400 ഫുൾക്കാരി വരെ നമ്മൾ വിട്ടിട്ടുണ്ട് പെർ മീറ്റർ അല്ലേ. കുറേ വിറ്റില്ലേ 400 അന്ന് ഇറങ്ങിയുള്ള കാല. ഇപ്പം 8 വർഷമായി. ഇപ്പോൾ ഫുൾക്കാരി ആരാ താരം പുലിയല്ലേ. 8 വർഷമായിട്ട് ഫീൽഡ് ചെയ്ത് മാറാണ്ട് പിടിച്ചിരിക്കണല്ലേ. കട തുടങ്ങിയിട്ട് 8 വർഷമായി. വെഡ്ഡിങ് കളക്ഷനേ 8-9 വർഷമായി. അടിപൊളി അല്ലേ. 9 വർഷമായി തോന്നുന്നു അല്ലേ. നല്ല ഭംഗി. എവളുമാരൊക്കെ കട തുടങ്ങിയിട്ടുള്ള എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇപ്പോൾ വയസ്സ് നമ്മൾ കണക്ക് കൂട്ടുമല്ലോ. 16 വയസ്സാണെന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കണേ. നല്ല ബേജ് കളർ. പെട്ടെന്ന് എടുത്തു. 150 ഉള്ളൂ. നല്ലൊരു പിങ്ക് കേട്ടോ. നല്ല മുഖത്തിന് കളർ കിട്ടണ പിങ്ക്. നല്ല ഗ്രീൻ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്നെ അറിയാവുന്നവർ കുറേ പേരുണ്ട്. ഏത് പോലും നല്ലതല്ലാത്തപ്പോൾ എല്ലാം അവൾ എടുക്കുമ്പോൾ നല്ല ഹായ് സൂപ്പർ ഇങ്ങനെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ചുമ്മാ എന്നെ കളിയാക്കണ. ഇതിലേതെങ്കിലും നല്ലതല്ലെന്ന് പറയണ്ടോ. ഇതെല്ലാം നല്ലതാട്ടോ. പിന്നെ നല്ലതല്ലെങ്കിൽ ഞാൻ എടുക്കുമോ? നമുക്കിത് വിറ്റ് പോകണ്ടേ. കാശ് തരുമോന്ന് അറിയണം. എന്തോരം രൂപയുടെ ഓരോ ദിവസം കെട്ടുമെന്ന് ഇറങ്ങണമെന്നറിയാം. എന്നും വീഡിയോ ഇടണ കാരണേ. പ്യുവർ വൈറ്റ്. ഇതിന് പ്രകാശം വന്നു അല്ലേ. ഇതിന്ന് പ്രകാശം വന്നില്ല. ബ്ലാക്ക്. 150 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. ബേജ് കളർ. ഇനി കട്ട് വർക്ക്. ഇതെല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ. നമുക്ക് തീർന്നു പോയായിരുന്നു. അതിലെവിടെയോ നൂലാണ്, ചെളിയാണ്. ചെളിയൊക്കെ ഇല്ലാത്ത വശം നോക്കി കൊടുക്കണേ. കട്ട് വർക്കേ. ഈ കട്ട് വർക്ക് നോക്ക്. എന്ത് നല്ല ഫിനിഷിങ്ങിൽ അതിൽ ഉള്ളിലത്തെ കട്ട് വർക്ക് ഇരിക്കണേ. അടിപൊളിയാട്ടോ. 290 ഉള്ളൂ കേട്ടോ. 290. ഫോട്ടോ എടുത്തോ.
വേണമെങ്കിൽ സാരിയൊക്കെ ആക്കാം അല്ലേ? കനമൊന്നുമില്ല അല്ലേ? കട്ട് വർക്ക് സാരിയൊക്കെ ആക്കാം. ദേ ഇതിനങ്ങനെ വലിയ കനമൊന്നുമില്ല. ഇത് ഡയബിളാ. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഡൈ ചെയ്യാം. പക്ഷേ എനിക്ക് ഈ കളർ ഇഷ്ടമാണ് കേട്ടോ. ഇതും അതായിട്ടോ ഡയബിളാട്ടോ. 299 അല്ലേ? 290. അടിപൊളി സംഭവങ്ങളാണേ. ഇത് എന്താ കൊച്ചിൻ്റെ സാരിയുടെ പടം കൂടെ എന്ന് പറയണേ. ഹാപ്പി കസ്റ്റമറിലൊരു മോളിട്ട് തന്നേക്കണേ. അത് കാണുമ്പോൾ അറിയാണ്ട് ഈ സാരി ആ കൊച്ചു കൊടുത്തേക്കണ കണ്ടാൽ ഇത് ഏത് മനുഷ്യനും എടുക്കും. അടിപൊളി. അത് ഇട്ടേക്കാട്ടോ കൂടെ. ഓണത്തിന് ഇതൊക്കെ കൊടുത്താൽ മതി. കഴിഞ്ഞ ദിവസം വന്ന ഞായറാഴ്ചക്കാരൊക്കെ ഞാനിതാ എടുപ്പിച്ചേ ഓണത്തിന്. ഇതാകുമ്പോൾ പിന്നെയും പല പല ഫങ്ഷൻ എടുക്കാം. വില ഇതിനെത്രയാ? 190. അപ്പോൾ ഈ വിലയല്ലേ ഉള്ളൂ. അപ്പം നല്ല രസമല്ലേ സാരി ഓണത്തിനൊക്കെ. കേരള സാരി അതൊരു ചേഞ്ച് ആകട്ടെ എന്നേ. ഇത് കണ്ടോ, ടിഷ്യൂ ബനാറസിൻ്റെ സ്ട്രൈപ്സ്. ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ചതായിരുന്നു. പക്ഷെ അന്നേരം വിടത്തിയപ്പോൾ അതിലെന്തോ ഡാമേജ് ആയത് കാരണം ഞങ്ങൾ തിരിച്ചയച്ചു. എന്നിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. 399. ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. ഉള്ളു വിടത്തിയപ്പോൾ അതിൽ ഡാമേജ് ഉണ്ടായിരുന്നു ആ റോള്. 399 ഉള്ളൂ. സൂപ്പർ സംഭവം കേട്ടോ. പെട്ടെന്ന് എടുത്തു. കറക്റ്റ് നല്ല ബേജ് കളറാണ്. ഒക്കെ പെട്ടെന്ന് തീരും. 190 ആട്ടോ. ആദ്യം ഞാൻ കാണിച്ചില്ലേ, നല്ലതാട്ടോ സാരിക്ക്. സിൽക്ക് ഓർഗൻസേല സിസാക് ഡിസൈന് നല്ല ഡിമാൻഡുള്ള ഒരു ഇതാ. 190 ഉള്ളൂ. അതിൻ്റെ ബ്ലാക്ക് ആലും വില ഇല്ലേ? $190. ഇത് നമ്മുടെ ഇപ്പം ഈ ക്രിസ്പി ഭയങ്കര ഫാഷനല്ലേ. പിന്നെ പേപ്പർ സിൽക്ക്, ക്രിസ്പി പേപ്പർ സിൽക്ക് എന്നാണ് അവർ പറഞ്ഞത്. ഇതിപ്പോൾ ഭയങ്കര ക്രഷ്ഡ്. ഇതിലധികം ക്രഷ്ഡ് കാണാനില്ല. പക്ഷേ എന്നാലും പേപ്പർ സിൽക്കായിരിക്കും. അടുത്തൊക്കെ ക്രഷ്ഡാണ്. എത്ര ഇതിന്? 199 ഉള്ളൂ കേട്ടോ. എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പോൾ എൻ്റെ അമ്മ ഇത് ഫ്രോക്കിനും സാരിക്കൊക്കെ എന്ത് രസമായിരിക്കും. ഒരു പേളിൻ്റെ മാലയോ ചോക്കർ, പിള്ളേർക്കെങ്കിൽ ഒരു ചോക്കർ ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് വിട്ടിട്ടേ ഒരു വർക്കും ഒന്നും വേണ്ട. ടാസൽസ് സാരിയുടെ അരികത്ത് പിടിപ്പിച്ചാൽ മതി. നമ്മളെ അല്ലാണ്ട് പിന്നെ ആരും നോക്കൂല. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പേളിൻ്റെ ലോങ് യു ഷേപ്പ് മാല ഇട്ടാൽ മതി. ഒന്നും വർക്ക് വേണ്ട. അല്ലെങ്കിൽ ഞാൻ പ്ലെയിൻ്റെ ആട്ടോ ആരാധിക. എനിക്കിങ്ങനെ പ്ലെയിൻ സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. വർക്കൊന്നും വേണമെന്നേ ഇല്ല. അതേ ക്രഷ്ഡ് പേപ്പർ സിൽക്ക് എന്നാണ് അവർ പറഞ്ഞത്. നല്ല സാരി കേട്ടോ. 199 ഉള്ളേ. ഇപ്പോൾ ഈ ക്രഷ്ഡ് മെറ്റീരിയൽ ഭയങ്കര ട്രെൻഡല്ല. ഭയങ്കര അതിൻ്റെ തന്നെ ഗ്രേ. ചിലതിൽ ഇങ്ങനെ വലിയ ക്രഷ്ഡൊന്നും കാണാനില്ല. നിവർന്നു പോയായിരിക്കും. ഇതാദ്യം കാണിച്ചതിൻ്റെ ഗ്രേ ഒത്തിരി രസമാണെന്ന് നോക്കിയേ. അടിപൊളിയാട്ടോ. പേപ്പർ സിൽക്കാണേ. 190 ഉള്ളൂ. പെട്ടെന്ന് എടുത്തു. 199 ആട്ടോ. ഇതേ പിങ്ക്. അടിപൊളി അടിപൊളി. ഇന്നൊരു വലിയ സന്തോഷം ഉണ്ടായി. നമുക്കിടെ നാവും കയ്യും കണ്ണും ഒക്കെ ശമ്പരാൻ ആവശ്യമുണ്ട്. എന്നാൽ അപ്പുറത്തൊരു കൊച്ചു വന്നേ, നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോയോ? യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മോള് വന്ന് അമ്മയ്ക്ക് ഇതെടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു മോക്ക് എടുക്കണ്ടേന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചിന് പറ്റിയ ഇതൊക്കെ കാണിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു ഞാൻ CA എഴുതിയിട്ടിരിക്കുക, ജയിച്ചു കഴിഞ്ഞാൽ വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നമുക്കിടെ ഉത്തരവാദിത്തത്തിലെ ഒരു കൊച്ചു പരീക്ഷ എഴുതിയിരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കല്ലോ. അത് നമുക്കിടെ ആ കൊച്ചിന് കിട്ടണത് യേശുവിൻ്റെ കൃപയാണ് കിട്ടണത്. നമ്മുടെ ഒരു നാവ് മതി.
അതിലല്ലാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല. അങ്ങനെയെങ്കിൽ എല്ലാ പിള്ളേരും നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ കിട്ടാൻ. അപ്പം മിടുക്ക് എൻ്റെ അല്ല കേട്ടോ, യേശുവിനെ അപ്പം അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഒരു നാവ് വേണമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടു. ദേ ഇന്ന് വന്നേക്കൊന്ന് സിയുടെ റിസൾട്ട് വന്നെന്ന് പറഞ്ഞാൽ ലഡു, തേങ്ങാ ലഡു കൊണ്ടുവന്നു. എവളുമാർ മുഖം വീർപ്പിക്കുക, എവളുമാർക്ക് കിട്ടിയില്ല, അപ്പുറക്കടയിലല്ലേ വന്നത്. അപ്പോൾ പിന്നെ അത് റിങ്ങും വന്നെടുത്തു സന്തോഷത്തിൽ. ഇതേ ഞാൻ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞ അയ്യോ കൊച്ചു സിയക്കാരിയായി, ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഒരു ലഡു കിട്ടിയില്ലേ. നമ്മുടെ നാവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചാൽ പോലെ പ്രവർത്തിക്കണത് യേശു. നമുക്ക് എന്താ, നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇതെല്ലാം ദേ പൂക്കളുടെ ഇതിൻ്റെ ഒരു പടം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഇടാം കേട്ടോ. ഇതിൽ ആഡ് ചെയ്യാൻ നസ്രിയ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഓർഗൻസയുടെ ഒക്കെ പടം ആഡ് ചെയ്യണം കേട്ടോ. നസ്രിയ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പടം എൻ്റെ കയ്യിലുണ്ട്. നല്ല രസമുണ്ട് ഇത് ഉടുത്തോണ്ടിരിക്കണ ഫോട്ടോസൊക്കെ. 190 ഉള്ളേ. ഇത് നല്ല ഫേബ്രിക് പെയിൻറ്റ് പോലെ പെയിൻറ്റ്. പക്ഷെ മെഷീൻ പെയിൻറ്റിങ് മനുഷ്യൻ ബ്രഷ് വെച്ചൊക്കെ ആണെങ്കിൽ എന്തോ ഒരു സമയം എടുക്കും. ഇതെല്ലാം മെഷീൻ പെയിൻറ്റിങ് ആയിരിക്കും. നല്ല കളേഴ്സാട്ടോ. അടിപൊളി കളേഴ്സാണ്. 190 ഇതിൻ്റെ 190. പെട്ടെന്ന് എല്ലാം എടുത്തു. ഇത് ടിഷ്യൂ, ഗോൾഡൻ കളറ് ടിഷ്യൂ. ഇത് സാരി ആക്കാട്ടോ. ഈ ടിഷ്യൂ സാരി ഇല്ലേ, ഇതിൻ്റെ പൊന്നെ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഒറിജിനൽ എടുക്കുമല്ലോ. ഏതാണ്ട് 10,000 രൂപയുടെ എൻ്റെ കയ്യിലുണ്ട്. അത് തേച്ചാൽ നിവരൂല, കഷ്ടാലം പറഞ്ഞാൽ മതി. കട തുടങ്ങിയപ്പോഴൊന്നും അല്ല കേട്ടോ, മുമ്പുള്ളതാണ്. അത് ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കണം. ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താൽ ശരിയാകണമില്ല. തേച്ചാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇതെടുക്കുമോ? മതി. എന്താണ് ഇതെന്നാ വില? 250 ഉള്ളൂ കേട്ടോ. ടിഷ്യൂ സാരി ഗോൾഡൻ കളറിൽ സൂപ്പറായിരിക്കും. പെട്ടെന്ന് മുറിച്ചെടുത്തോ. എല്ലാത്തിനും ഉപയോഗിക്കാം, ബ്ലൗസായിട്ടും സാരി ആയിട്ടും എല്ലാം. ഇത് നമ്മളിപ്പോൾ എപ്പോഴും കോട്ട് സെറ്റ് വന്നത് ഈ വൈറ്റ് ഫ്ലവറിൽ. ഇതൊക്കെ റീസ്റ്റോക്ക് ആട്ടോ. 150 കേട്ടോ. ടോപ്പും ബോട്ടോ ഇതെടുത്താൽ മതി. ഒരു പോക്കറ്റ് കൂടെ ഇട്ടാൽ കോളറും വീനക്കും കൊടുത്താൽ കൂടുതൽ നല്ലത് കോട്ട് സെറ്റിന്. അടിപൊളി സംഭവങ്ങളാണ്. യെല്ലോ, അടിപൊളി സംഭവങ്ങളാട്ടോ. ഇനി ഓർഗൻസയിൽ കട്ട് വർക്ക് വന്നിട്ടുണ്ടേ. നല്ല ആട്ടോ സാരിക്ക്. ഇത് ഇങ്ങോട്ട് നോക്കി. വലിയ വിലയൊന്നുമില്ലെന്നാ വേണേ. എത്ര? 199. 199. അടുത്തത് ഗ്രീൻ. അടിപൊളിയാട്ടോ. ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇതെങ്ങനെ, ഇത് കൈക്കോ ഇതിങ്ങനെ, ഇത് തന്നെ സാരിയും ബ്ലൗസ് കൂടി എടുത്താൽ മതി കേട്ടോ. കോട്ടൺ എത്രയാ? 99. പ്യുവർ കോട്ടൺ അല്ല കേട്ടോ. പ്യുവർ കോട്ടണൊക്കെ 150 എങ്കിലും ആകും. ഇത് മിക്സിങ് ഉണ്ട്. 99. അജ്രക് ഈ മഴക്കാലത്ത് നല്ലതല്ലേ, എല്ലാവരും യൂസ് ചെയ്ത് ഇറങ്ങണേ. കഴുകിപ്പറക്കി എന്ത് വേണേലും ചെയ്യാം. എല്ലാം 99 അല്ലേ? എല്ലാം 99. ഇത് നല്ല ചിലവാണ്. ഇതിൻ്റെ പല റേറ്റിൻ്റെ വന്നിട്ടുണ്ട്. ഈ തവണ കിട്ടിയത് 99 ഇത്. പക്ഷേ ഇങ്ങനെ ചൂടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൂടൊന്നുമില്ല. പിന്നെ മിക്സിങ് ഉണ്ടെന്നുള്ളൂ കോട്ടണിൽ.
കോട്ടണിൽ നമ്മുടെ ലൈനിങ് ഒക്കെ പണ്ടത്തെ ലൈനിങ് ആണ്, കോട്ടണിൽ മിസ്സിങ് ഉള്ളത്. പണ്ടത്തെ ലൈനിങ് കഴിയുമ്പോൾ ചുരുങ്ങി കയറി ഇറങ്ങി കളറൊക്കെ പിടിക്കണവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, മിക്സ് ചെയ്യേണ്ടവർ. അല്ലാണ്ട് ഇങ്ങനെ തുണിയിലപ്പോൾ കഴിയുമ്പോൾ കളറും പോവില്ല, ചുരുങ്ങുമില്ല. $99 99. രണ്ട് കളറ് 3 കളറുണ്ടോ? ഓർഗൻസയില് വർക്കുള്ള സാരി കേട്ടോ, 250 അല്ലേ? ഇതെടുക്കുമ്പോൾ ഇങ്ങനെ ബ്ലൗസ് പ്ലെയിൻ എടുത്താൽ മതി, ഇങ്ങനെ അല്ലെങ്കിൽ ഇതിങ്ങനെ പുറകിലോ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് തയ്ക്കണം. 250. പെട്ടെന്ന് എടുത്തോ. ലൈലാക്ക് ബ്ലാക്ക്, അടിപൊളി ആകാശത്തിലെ നക്ഷത്രം. ബേബി പിങ്ക് കണ്ടിട്ട് ഒത്തിരി കാലമായില്ലേ? ബേബി പിങ്ക്, കറക്റ്റ് ബേബി പിങ്ക്. ഇത് എത്രയാ? ഇത് 150, ഇത് 55. ലൈനിങ് ഒക്കെ ഇവിടെ കാണും കേട്ടോ. ഇത് സാരിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് സാരിക്ക് അപ്പോൾ ലൈനിങ്ങും അണ്ടർസ്കേർട്ടും, ലൈനിങ് കൊണ്ട് അണ്ടർസ്കേർട്ട് തന്നെ എടുത്താൽ മതി. ഇതിങ്ങനെ സാരിക്ക് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇത് 150, ഇതിൻ്റെ പ്ലെയിന് 55. സാരിക്ക് നല്ലതാണ്. ലാച്ച സ്കേർട്ട് എല്ലാത്തിനും നല്ലതാണ്. എപ്പോഴും ജോർജറ്റ് തന്നെ, ഈ ഒരു ജോർജറ്റാണ് ഇവിടെ എപ്പോഴും ബ്ലാക്ക് ബ്ലൂമിങ് ജോർജറ്റിന് എപ്പോഴും ആൾ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം അങ്ങനെ ആൾ ചോദിക്കുമ്പോൾ ഓൺലൈനിൽ ആവശ്യക്കാർ കാണുമല്ലോ. ഇതിന് എത്രയാണ്? 99. ഇത് സാധാ ഫോസ്റ്റ് ജോർജറ്റ് അല്ല കേട്ടോ, അതിന് 80 രൂപയാണ്ടുള്ളൂ. ഇത് ബ്ലൂമിങ് ജോർജറ്റാണ്. നല്ല ഈ ബ്ലാക്ക് കളറും ഫോസ്റ്റ് ജോർജറ്റിൽ ഇത്രയും ബ്ലാക്ക് കിട്ടില്ല. 99. രണ്ടുമൂന്നും ജോർജറ്റ്, ഈ ഒരു ജോർജറ്റിലൂടെ ഉള്ള അതെയോ? ആ, ജോർജറ്റ് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. വേറെ കളർ വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. 99 ലൈലാക്ക്. ഇത് നമുക്കടെ നിങ്ങൾ കാണുമ്പോൾ ഓർക്കും തനി കോട്ടൺ ആണ്. ഇത് സിൽക്കിലാട്ടോ നമ്മുടെ. പക്ഷേ ഡയബിൾ എപ്പോഴും നമ്മളൊരു ക്രീം കാണിക്കാറില്ലേ, ക്രോഷിയോ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു മൂവിങ്, അതിൻ്റെ തന്നെ സിൽക്കി വന്നേക്കണെയാണ്. 250, 250. ഗ്രീൻ എടുത്തോ. ലൈലാക്ക്, സാരിക്ക് നല്ലതാ. സിൽക്കാട്ടോ, സെമി സിൽക്കാ. ചുരിദാർ ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്ത സെറ്റൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല ഈ എംബ്രോയ്ഡറി സൈസ് സെറ്റൊക്കെ വരാറുണ്ട്, ഫുള്ള് വർക്കുള്ള. ബാക്ക് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ മൊത്തം കിട്ടും. ഇങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും. ചിലർക്ക് അങ്ങനെ എംബ്രോയ്ഡറിയുടെ ഇഷ്ടമല്ലേ. ചുരിദാറിനൊക്കെ എടുത്താൽ സാരിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലതാട്ടോ. അതിൻ്റെ തന്നെ കോട്ടൺ അല്ലേ അത്? ഇത് തന്നെയാണോ? ആ, ഇത് 299 കോട്ടൺ. ഇതിൻ്റെ തന്നെ സിൽക്കാണ് നമ്മൾ കാണിച്ചത്. ഇതാണ് നമ്മൾ എപ്പോഴും വിൽക്കണതാ. ഇത് ഡയബിൾ 299 ഒറിജിനൽ കോട്ടൺ ആട്ടോ. നമ്മൾ ആദ്യം കാണിച്ചതൊക്കെ ഇതിൻ്റെ സിൽക്കാണ്. ഞാൻ പറഞ്ഞില്ല സെയിം കോപ്പി അടിച്ചതാണ്. ഹക്കോബ. ഇത് ഹക്കോബ, സോഫ്റ്റ് ഹക്കോബ ബ്ലാക്ക്. ഹക്കോബയ്ക്ക് എപ്പോഴും ആൾക്കാർ വരും. ഇപ്പോൾ NRIs വന്നതല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ വൈറ്റും ഉണ്ട്. 250. ഇത് 250 ആണോ?
ഇത് സോഫ്റ്റ് ഹക്കോബ ആട്ടോ, 10 250യുടെ. ഇനി കുറച്ച് ഒഴുക്കൻ്റെ ഇതുണ്ട് കേട്ടോ. എല്ലാം 1 പീസ് 2 പീസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമല്ലേ, അത് ഇച്ചിരി ഓഫർ ചെയ്ത് തരാം കേട്ടോ. ഇതൊക്കെ 50% ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 60 ഇഞ്ച് വീതിയുടെ ആയിരുന്നു. 199 വിലയുള്ള സംഭവങ്ങളായിരുന്നേ. ഇത് കുറച്ചെടുത്താൽ മതി. 2.5 മീറ്റർ എടുക്കുന്നിടത്ത് 2 മീറ്റർ എടുത്താൽ മതി. 1.5 മീറ്റർ എടുത്താൽ നമുക്ക് സൈഡ് ഓപ്പണായിട്ട് ആൾക്കാർക്ക് ടോപ്പ് അടിക്കാൻ പറ്റും, 4ആയിട്ട് മടക്കിയിട്ടേ. അപ്പോൾ ഇതിനൊക്കെ 90 രൂപ കേട്ടോ. പെട്ടെന്ന് തീരൂട്ടോ, കുറച്ചേ ഉള്ളൂ. കുറച്ചെടുത്താൽ മതി, മഴക്കാലല്ലേ. ഇങ്ങനത്തെ ഇതേ 90. മേടിച്ചതിനേക്കാളൊക്കെ വില താത്തിയാട്ടോ ഉണ്ടാക്കണേ. ഇതെല്ലാം ജോർജറ്റുകൾ ഒത്തിരി ഉണ്ട് ജോർജറ്റ്. ഇതെല്ലാം ജോർജറ്റ് പ്രിന്റുകളാട്ടോ. ഇതെല്ലാം 70 രൂപ കേട്ടോ, പെർ മീറ്റർ 70. എല്ലാം 60 ഇഞ്ച് വീതിയുടെ ആട്ടോ. കുറച്ചെടുത്താൽ മതി. ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നില്ല. 70 രൂപ. എല്ലാം 60 ഇഞ്ചിൻ്റെ ആണോ അല്ലേ? എല്ലാം അതെ. കുറച്ചെടുത്താൽ മതി, പെട്ടെന്ന് എടുത്തോ. മഴക്കാലമായത് കാരണം അതെല്ലാം കൂടെ പറക്കിയെടുത്തതാണ്. സ്റ്റാർ വേണം. എല്ലാം 70 രൂപ കേട്ടോ. എല്ലാം 60 ഇഞ്ച് വീതി. ഇത് 70 രൂപ. ആദ്യം പറഞ്ഞത് നമ്മൾ മറ്റേത് ആ ബുട്ടയ്ക്ക് എത്രയായിരുന്നു പറഞ്ഞത്? 90. ഇത് 90ൻ്റെ ആട്ടോ. ഇത് അപ്പം അന്നേരം കാണിക്കാൻ പാടില്ലാണ്. ആ ബുട്ടയുടെ ഇതെല്ലാം 60 ഇഞ്ച് വീതി ആട്ടോ. 90. പെട്ടെന്ന് എടുത്തോ. അത് ഈ കേക്കും സ്വകാര്യം പറഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം 70 രൂപയുള്ളൂ കേട്ടോ. സ്വകാര്യം പറയാൻ വന്നേക്കുക. വേറൊരു കൊച്ച് വീഡിയോ പിടിക്കുന്ന ആളുകളെ എന്നെ കാണാൻ വല്ലവരും വന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞായിരിക്കും. 70 രൂപ കേട്ടോ. പെട്ടെന്ന് എടുത്തോ. ഓഫർ സെയിൽ ഇതല്ല. അതിന് സ്പെഷ്യൽ ഇങ്ങനെ ഓഫർ ഇടാൻ ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയൽ എല്ലാം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് കാരണം പെട്ടെന്ന് ഇട്ടതാ. ഇതെല്ലാം 70 രൂപ കേട്ടോ. 70 രൂപയ്ക്ക് ഇപ്പം അടി കൂടും കേട്ടോ. ആകെ ഒരു ഇച്ചിരി ഉള്ളൂ എല്ലാം. പെട്ടെന്ന് ഇതൊക്കെ 60 ഇഞ്ചാണോ? ഇത് 44 അല്ലേ? അതിന് മുമ്പ് കാണിച്ചോ? ഇപ്പൊ കൊണ്ടുപോയത് 60 ആണോ? ഇതാണോ 44? പച്ച 44 ആണോ? ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് കാണിച്ച പച്ച 44 ആട്ടോ. ഇതും 44 ആണേ. 70 രൂപയെ. അങ്ങനെ കാണിക്കാണ്ട് എല്ലാം അങ്ങനെ 60 അതങ്ങനെ ഒന്നിച്ച് കാണിക്കാൻ മതി. ഇത് 60 ഇഞ്ചിൻ്റെ ആട്ടോ. ഇത് 70 രൂപയെ. ഇതെത്ര? 44 ആണോ? ഇത് 70 രൂപ 44. പക്ഷെ ഇതിനൊക്കെ നല്ല വിലയുണ്ടായിരുന്നയാ. 150 170 അങ്ങനെയൊക്കെ വിലയുള്ളതാ. അജ്രപ്പണ്ടിൻ്റെ ജോർജറ്റ്. ഇതും 44 ആട്ടോ. നമ്മുടെ ഫിലിം സ്റ്റാറിൻ്റെ ആലിയ ഭട്ടിൻ്റെ 70 രൂപയെ. 195ൻ്റെ സാധനമാട്ടോ ഇതൊക്കെ. പെട്ടെന്ന് എടുത്തോ. ഇതൊക്കെ 44. 70 രൂപ കേട്ടോ. പെട്ടെന്ന് എടുത്തോ. എല്ലാം 199 150ൻ്റെ സാധനങ്ങളാട്ടോ. 70 രൂപയ്ക്ക് 50% കൂടുതൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. അത് കാരണം പെട്ടെന്ന് എടുത്തോ. 70 രൂപ. ഇപ്പം മഴക്കാലമല്ലേ, അപ്പം ഇതിന് ഒത്തിരി ആവശ്യം വരുമല്ലോ. അത് കാരണം ഇത് 60 ഇഞ്ചിൻ്റെ ആണ് കേട്ടോ. ബുട്ട 70 രൂപ. കാണാലോ അല്ലേ? സെൽഫ് പ്രിൻ്റ് ബുട്ട.
അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം. ഇങ്ങനെ കയ്യൊന്ന് തൊട്ടാൽ മതിയല്ലോ. യേശുബ്രാൻ അതിന് നിങ്ങൾക്കും പ്രതിഫലം തരും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.